ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം, ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാൻ. കാവ്യകൗസ്തുഭം ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ ശ്യാമസുന്ദരൻ എന്ന കവിതാ സമാഹാരത്തിൽ ആനന്ദമുരളി എന്നുള്ള ഭാഗത്താണ് പാഹി കൃഷ്ണ എന്നുള്ള കീർത്തനം ഉള്ളത്. 4 വരികളിലായി അങ്ങനെ 47 ഭാഗങ്ങളാണ് ഇതിന് ഉള്ളത്. 4ാമത്തെ വരി പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി എന്നുള്ളതാണ്. രാധികാദേവിയുടെ ഓർമ്മയിൽ നിന്ന് വിടരുന്നതാണ് ഇതിലെ വരികൾ. ഇത് 4 ഭാഗമായിട്ട് 4 ദിവസങ്ങളിലായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഓട്ടൂർ ഇത് 3 ഭാഗങ്ങളിലായിട്ടാണ് സമർപ്പിച്ചിട്ടുള്ളത്. അതിനെ 4 ഭാഗങ്ങളാക്കി പാടാം എന്ന് കരുതുന്നു. ആ പാഹി കൃഷ്ണ എന്നുള്ള ഭാഗം. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. ആയതിന്നു മോർത്തിടുന്നേൻ പോയ നല്ല കാലം. ആർത്തി പോലെ ആനന്ദവും ഓർത്തിടുമ്പോൾ തോന്നും. നിർവചിക്കാൻ വയ്യാത്തൊരു നിർവൃതിയിലാഴും. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. സ്നേഹമേറും കണ്ണനല്ലിൽ മോഹനമാം വേണു കാട്ടിൽ വച്ചു വായിച്ചതും വീട്ടിലുള്ളതെല്ലാം ഇട്ടെറിഞ്ഞു ഞാൻ പോയതും തേട്ടി വന്നിടുന്നു. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. വെണ്ണിലാവിലാറാടുന്ന പുണ്യവാടികളും ആടിടുന്ന കേകികളും പാടിടുന്ന വണ്ടും വന്നിടുന്ന സുഗന്ധവും ഇന്നുമോർത്തിടുന്നേൻ. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. കൊഞ്ചിലമ്പു കൊഞ്ചുന്നതും കാഞ്ചി മിന്നുന്ന
നെഞ്ചലിയുന്നതും ഓടയൂതുന്നതും സ്നേഹമോടെ ഓർമ്മിക്കുന്നേൻ. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. കൊണ്ടൽ വർണ്ണനൊറ്റയ്ക്കെന്നെ കൊണ്ടുപോയി രാത്രി, മുല്ലമാല ചൂടിച്ചതും വെല്ലേ എൻ്റെ ചുണ്ടിൽ ഉമ്മ വയ്ക്കാൻ ഭാവിച്ചതും ഓർമ്മ വന്നിടുന്നു. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. ചോലവക്കത്തോരു നല്ല നീലശംഖുപുഷ്പം കണ്ട നേരത്തെന്തോ ശങ്ക കൊണ്ടു നിൽക്കുമെന്നെ. ശീങ്കലാണ്ടനാക്കിയോര നിൻകളിയോർക്കുന്നേൻ. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. പ്രാണസഖിയൊരുമിച്ചു വീണ കൈകളേന്തി അന്നൊരിക്കൽ വൃന്ദാവനം തന്നിലേക്ക് രാധ. യൗവനത്തിൽ തുടക്കത്തിൽ പൂവറുക്കാൻ പോയി. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. പൂവറുക്കാൻ തന്നെയാണു പോയതു ഞാനേതോ നീലവിദ്യുല്ലതാഗ്രത്തിൽ ചെലിയലും വണ്ണം. പൂത്തു കണ്ട പുത്തൻ ചിരി പൂവറുക്കാൻ തന്നെ. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. വറുത്തു കഴിഞ്ഞപ്പോൾ പൂവൽ മേനിക്കൽപ്പം ക്ഷീണമുണ്ടായി. കാളിന്തിതൻ ചേണെഴുന്ന തിണ്ടിൽ ചെന്നിരുന്നു പാടി രസാലൊന്നു രണ്ടു ഗാനം. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. പാട്ടുകൊണ്ടും കാളിന്തിതൻ കാറ്റുകൊണ്ടും എൻ്റെ ആടൽ തീർന്നു നേരം കുണ്ടിൽ ചാടി മെല്ലെ മെല്ലെ. സന്ധ്യയായി വനം ചന്ദ്രകാന്തിയിലാറാടി. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ് ഭാഗവതം അറിയാനലിയാനെന്ന അക്ഷരോപാസന ഇന്ന് 978 ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ശ്രീമദ് ഭാഗവതം ദ്വാദശ സ്കന്ധത്തിൽ 12 അധ്യായത്തിൽ ഇവിടെ 13 ശ്ലോകങ്ങൾ നമ്മൾ ചൊല്ലി സമർപ്പിച്ചു കഴിഞ്ഞു. 14 ശ്ലോകം മുതലാണ് ഇന്ന് ആരംഭിക്കുന്നത്. നാളെ മുതൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിക്കുന്നു. ഈയുള്ളവൻ്റെ
ആചാര്യതയിൽ കുന്നംകുളത്തിനടുത്ത് പെരുമ്പിലാവ് ഇരട്ടക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ എരവാക്കുളങ്ങര എന്നറിയപ്പെടുന്ന പുരാതനമായ ആ വിഷ്ണു ക്ഷേത്രത്തിലാണ് 19ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തിരി തെളിയുന്നത്. അപ്പോൾ ആ പ്രദേശത്ത് അതിനടുത്ത് ഉള്ള ആളുകളെയൊക്കെ ഈ സപ്താഹ വേദിയിലേക്ക് പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. നാളെ ദീപാരാധനയ്ക്ക് ശേഷം ആണ് ഭാഗവത മാഹാത്മ്യ പ്രഭാഷണം ആരംഭിക്കുക. അപ്പോൾ അതിലൊക്കെ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഇവിടെ ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരപൂജയിൽ ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ 12ാമത്തെ സ്കന്ധത്തിൽ 12ാമത്തെ അധ്യായത്തിൽ 14ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കുന്നു. നമുക്കറിയാം 12 സ്കന്ധ സാരം ആയിരിക്കുന്ന 12ാമത്തെ അധ്യായം. അതിൽ നേരത്തെ നാം പറഞ്ഞു വെച്ചത് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു അധ്യായമാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ തൃതീയ സ്കന്ധം വരെയാണ് 13 ശ്ലോകങ്ങളിലൂടെ നമ്മൾ അനുസ്മരിച്ചത്. ഇനി 14ാമത്തെ ശ്ലോകത്തിൽ ചതുർത്ഥ സ്കന്ധത്തെ ഓർമ്മിപ്പിക്കുകയാണ്. 2 ശ്ലോകങ്ങളിലൂടെയാണ്. ഇവിടെ പറഞ്ഞു, നവബ്രഹ്മ സമുൽപത്തിർ ദക്ഷയജ്ഞ വിനാശനം ധ്രുവസ്യ ചരിതം പശ്ചാൽ പൃഥോ പ്രാചീന ബർഹിഷ നാരദസ്യ ച സംവാദസ്തത പ്രയവ്രതം ദ്വിജ നാഭേസ്തതോനുചരിതം ഋഷഭസ്യ ഭരതസ്യ ച. ഈ 2 ശ്ലോകങ്ങളിലൂടെ ചതുർത്ഥസ്കന്ധം പൂർണ്ണമായി അവിടെ അനുസ്മരിച്ചു. അതോടൊപ്പം തന്നെ പഞ്ചമസ്കന്ധത്തിൽ ഭരതൻ്റെ കഥ വരെ ഉള്ള രംഗങ്ങളെയും അനുസ്മരിച്ചു. അപ്പോൾ ഓരോ കഥകളും നമുക്ക് ഒന്നുകൂടി ഓർമ്മിക്കാൻ കൂടിയാണ് സൂത പൗരാണികൻ ശൗനകാദി ഋഷീശ്വരന്മാർക്ക് ഈ രീതിയിൽ കഥ പറഞ്ഞു കൊടുക്കുന്നത്. നവബ്രഹ്മ സമുൽപത്തിർ ദക്ഷയജ്ഞ വിനാശനം, മരീചി അത്രി അങ്കിരസ് തുടങ്ങിയ നവബ്രഹ്മ സമുൽപത്തിർ, ആ 9 പ്രജാപതിമാരുടെ സമുൽപ്പത്തി. അതേപോലെ ദക്ഷയജ്ഞ വിനാശനം, ദക്ഷന്റെ യജ്ഞത്തെ ഇല്ലാതെയാക്കിയത്. നമുക്കറിയാം, അവിടെ വിതുരമൈത്രേയ സംവാദ രൂപത്തിൽ 4ാമത്തെ സ്കന്ധം ആരംഭിക്കുമ്പോൾ ആദ്യം ആദ്യത്തെ അധ്യായത്തിൽ മരീചി തുടങ്ങിയ പ്രജാപതിമാരുടെ ജന്മത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് 2ാമത്തെ അധ്യായം മുതൽ 7ാമത്തെ അധ്യായം വരെ 6 അധ്യായങ്ങളിലൂടെയാണ് ദക്ഷന്റെ കഥ പറയണത്. ദക്ഷന്റെ കഥ നമുക്കറിയാം. ദക്ഷദർപ്പത്തിന് ദക്ഷിണാമൂർത്തി കൊടുത്ത ഒരു അനുഗ്രഹമാണ് ഈ ദക്ഷയാഗം എന്നുള്ള കഥ. തന്നെ സത്രയാഗവേദിയിൽ അപമാനിച്ചു എന്ന് അഹങ്കാരത്തോടു കൂടി പറഞ്ഞ ദക്ഷൻ, ആ മഹാദേവനെ അധിക്ഷേപിച്ച ദക്ഷൻ, എന്നാൽ മാനത്തെയും അപമാനത്തെയും ഒരുപോലെ കാണുന്ന കാരുണ്യമൂർത്തിയായ മഹാദേവൻ ഒന്നും മിണ്ടാതിരുന്നപ്പോൾ കൂടുതൽ കോപാകുലനായി ശിവന് ഇനി ഒരിക്കലും യജ്ഞഭാഗം കിട്ടാതെ പോകട്ടെ എന്ന് ശപിച്ച് ഇറങ്ങിപ്പോയവനാണ് ദക്ഷൻ. തൻ്റെ മകളുടെ സതിയുടെ ഭർത്താവാണ് എന്ന് പോലും ഓർക്കാതെ അഹങ്കാരം തലയ്ക്ക് പിടിച്ച ആ ദക്ഷൻ അവിടുന്ന് ഇത്തരത്തിൽ ഇറങ്ങിപ്പോയപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തി നന്ദികേശ്വരൻ, ഭഗവാന്റെ വാഹനമായിരിക്കുന്ന സാക്ഷാൽ നന്ദി പറഞ്ഞു, നീ ഇങ്ങനെ മേ 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 ഞാൻ 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 എന്ന് അഹങ്കരിക്കുകയാണെങ്കിൽ അതേപോലെ ഒരു ആടിനെ പോലെ ആടിൻ്റെ തല വെച്ച് ജീവിക്കാനിടയാവട്ടെ എന്ന് പറഞ്ഞ് ശപിക്കുകയാണ് ചെയ്തത്. പിന്നീട് ആ ശാപത്തിനു ശേഷം ദക്ഷൻ പ്രജാപതിമാരുടെ അധ്യക്ഷനാവണു, ബൃഹസ്പതി സവെന്ന മഹായാഗം നടത്തുന്നു. ആ യാഗവേദിയിലെത്തിയ സതി സന്മനസ്ഥിതിയുള്ളവൾ, അങ്ങനെയുള്ള സതീരത്നമായിരിക്കുന്ന ആ പെൺകുട്ടി തൻ്റെ അച്ഛൻ്റെ ധാർഷ്ട്യത്തിൽ ദർപ്പത്തിൽ മനം നൊന്ത് ദക്ഷിണാമൂർത്തിയായ ആ മഹാദേവന് തൻ്റെ ജീവിതം ദക്ഷിണയായി സമർപ്പിച്ചിട്ടുള്ള ആ പെൺകുട്ടി
മഹാദേവനുള്ള ആ രുദ്രഭാഗം കൽപ്പിച്ചിട്ടില്ല എന്ന് കണ്ടപ്പോൾ സ്വയമേവ അഗ്നിയിൽ ആഹുതി ചെയ്ത് തൻ്റെ ആ ദക്ഷനിൽ നിന്ന് ഔദാര്യമായി കിട്ടിയ ശരീരത്തെ ഉപേക്ഷിച്ചു. ദക്ഷദർപ്പത്തിൻ്റെ പുഴുക്കുത്തേറ്റ ഈ വില്ലുപത്രം ഇനി ദക്ഷിണാമൂർത്തിക്ക് സമർപ്പിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പെൺകുട്ടി തൻ്റെ ശരീരം ഉപേക്ഷിച്ചത്. ദക്ഷനെതിരെ മഹാദേവൻ കോപാകുലനാകുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കാണുന്നത്. അതാണ് ദക്ഷയാഗത്തിലെ പ്രധാനമായിട്ടുള്ളൊരു രംഗം. ആ ക്രോധാഗ്നിയിൽ ജടയിൽ നിന്ന് ജനിച്ചു വീഴുന്ന വീരഭദ്രൻ എന്ന അതിഭീകരമായ സത്വം ദക്ഷന്റെ യാഗശാലയിലേക്ക് എത്തി ദക്ഷനെയും കൂട്ടുകാരെയും മുഴുവൻ കണക്കിന് വേണ്ടതുപോലെ പ്രഹരിച്ച് ആ ദക്ഷന്റെ തല മുറിച്ച് ദക്ഷിണാഗ്നിയിൽ ഹോമിച്ച് യാഗശാലയ്ക്ക് തീയും കൊടുത്ത് തിരിച്ചു പോന്നു. നന്ദിയുടെ ശാപം ദക്ഷനുണ്ടായിരുന്നു, നിനക്ക് ആടിൻ്റെ തല വെച്ച് ജീവിക്കാൻ ഇടവരട്ടെ. ആ നന്ദിയുടെ ശാപത്തെയും സത്യമാക്കുന്ന തരത്തിലാണ് സത്യസ്വരൂപനായിരിക്കുന്ന കൈലാസപതിയായിരിക്കുന്ന സാക്ഷാൽ മഹാദേവൻ ഇത്തരത്തിലൊരു ലീലയാടിയത് എന്ന് ദക്ഷയാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേസമയം നമുക്ക് ആ ദക്ഷനെ കഴുത്തുമുറിച്ച് ഇല്ലാതെയാക്കിയ വീരഭദ്രൻ തിരിച്ചു വന്ന് മഹാദേവന്റെ കാക്കൽ വീണ് നമസ്കരിച്ചു. ആ തൃശൂലം തൃക്കൈകളിൽ തന്നെ ഏൽപ്പിച്ചു. അംഗഭംഗം വന്ന ബ്രാഹ്മണരും ഋത്വിക്കുകളൊക്കെ ഓടി മഹാദേവന്റെ അടുത്ത് ബ്രഹ്മാവിൻ്റെ നേതൃത്വത്തിൽ വന്ന് സ്തുതിച്ചു. മഹാദേവൻ പറഞ്ഞു, ദക്ഷന്റെ ദർപ്പത്തെ ഇല്ലാതെയാക്കുക എന്നുള്ളത് മാത്രമാണ് തൻ്റെ ഈ ലീലയുടെ, ഈ മഹേശലീലയുടെ, ഈ ഗിരീശലീലയുടെ ഉദ്ദേശം. നമുക്കെല്ലാവർക്കും അങ്ങോട്ട് പോകാമെന്നും പറഞ്ഞ് അവിടെ ചെന്നു. ആ ദക്ഷന് ജീവലാഭം കൊടുത്തു ബ്രഹ്മാവ്. മഹാദേവന്റെ കാരുണ്യത്തോടുകൂടി ഒരു ആടിൻ്റെ തല വെച്ച് പിടിപ്പിച്ചു. ദക്ഷന് ജീവൻ തിരിച്ചു കിട്ടി. ദക്ഷൻ ദർപ്പം വിട്ട് ദക്ഷിണാമൂർത്തിയെ സ്തുതിച്ചപ്പോൾ സാക്ഷാൽ ഭഗവാൻ ശ്രീഹരി അവിടെ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ യജ്ഞപൂർത്തിയുടെ ഭാഗമായി ഭഗവാൻ പ്രത്യക്ഷപ്പെടുക മാത്രമല്ല, ഈ ദ്വൈതം ഒന്നിനും നന്നല്ല. ഈ ലോകത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം ഒന്ന് തന്നെയാണ്. സൃജതി അവതി അത്തി എന്നുള്ള രീതിയിൽ സൃഷ്ടിക്കുക, രക്ഷിക്കുക, സംഹരിക്കുക എന്ന രീതിയിൽ 3 രൂപങ്ങൾ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളിൽ ഭേദഭാവം പാടില്ല എന്ന് ദക്ഷയാഗത്തിലൂടെ സാക്ഷാൽ ശ്രീഹരി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പിന്നീട് ആ സതീദേവി പർവ്വതപുത്രിയായി പാർവതിയായി പുനരവതാരം ചെയ്ത് പശുപതിനാഥനായിരിക്കുന്ന മഹാദേവനെ തൻ്റെ നല്ല പാതിയായി സ്വീകരിച്ചതായിട്ടുള്ള കഥ കൂടി പറഞ്ഞാണ് ദക്ഷയാഗം അവിടെ സമർപ്പിച്ചത്. ദക്ഷൻ അഹങ്കാരം കൊണ്ട് തല നഷ്ടപ്പെട്ടവനാണെങ്കിൽ മരണത്തിൻ്റെ ശിരസിൽ ആ തലയിൽ കാൽ വെച്ച് ഭഗവാന്റെ ലോകത്തിലേക്ക് എത്താൻ സാധിച്ച ഒരു 5 വയസ്സുകാരൻ്റെ കഥ, അതാണ് പിന്നീട് പറഞ്ഞ ധ്രുവസ്യ ചരിതം. ധ്രുവന്റെ കഥ. ആരാണ് ധ്രുവൻ? നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രതീകമാണ് ധ്രുവൻ എന്നുള്ളത്. അവിടെ തൻ്റെ അച്ഛൻ്റെ മടിയിൽ, ഉത്താനപാദ മഹാരാജാവിൻ്റെ മടിയിൽ കയറിയിരിക്കാൻ മോഹിച്ച ഉത്തമനായ ആ പുത്രനെ, ഉത്തമൻ എന്ന പുത്രനും ഉത്തമനായ പുത്രനുമുണ്ട് ഉത്താനപാദന്. ഉത്തമൻ എന്ന പുത്രൻ അത് സുരുചിയുടെ മകനാണ്. ഉത്തമനായ പുത്രൻ അത് സുനീതിയുടെ പുത്രനായ ധ്രുവനാണ്. ആ ധ്രുവൻ അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാൻ ആഗ്രഹിച്ചു. അതിന് മറുപടി പറഞ്ഞത് സുരുചിയാണ്. നീ ഭാഗ്യം കെട്ടവനാണ്, നിനക്ക് അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കണമെങ്കിൽ തപസാരാധ്യ പുരുഷം, സാക്ഷാൽ ആ ഭഗവാനെ തപസ് ചെയ്യുക ആണ് വേണ്ടത് എന്ന് പറഞ്ഞ് അവിടുന്ന് പറഞ്ഞയച്ചു. തൻ്റെ ചെറിയമ്മ പറഞ്ഞ വാക്കുകൾ കേട്ട് കരഞ്ഞ ധ്രുവന് കാരുണ്യത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വാക്കുകളാണ് അത് എന്നും അത് ചീത്ത പറയലല്ലെന്നും ഭഗവാനെ ആശ്രയിക്കലാണ് പരമമായ ലക്ഷ്യമെന്നും ആ 5 വയസ്സുകാരൻ്റെ ചെവിയിൽ മെല്ലെ പറഞ്ഞുകൊടുത്ത പുണ്യവതിയായ ആ അമ്മയ്ക്ക്, സുനീതിക്ക് നമുക്ക് നമസ്കരിക്കാം. കാരണം നേർവഴിക്ക് മക്കളെ നയിക്കുക എന്നുള്ളത് ഒരു അമ്മയുടെ കടമയാണ് എന്ന് ധ്രുവചരിത്രം നമ്മളെ കാണിച്ചു തരുന്നു. അമ്മയുടെ വാക്കു കേട്ടപ്പോൾ തൻ്റെ വഴി കാട്ടിലേക്കാണെന്നും ആ വഴിയിലൂടെയാണ് കാർമേഘവർണ്ണനായ ഭഗവാനെ ആശ്രയിക്കേണ്ടതെന്നും തിരിച്ചറിഞ്ഞ ആ ഉണ്ണി
ആ ഉണ്ണിയെ അനുഗ്രഹിക്കാനെത്തിയ വീണാപാണിനിയായിരിക്കുന്ന സാക്ഷാൽ നാരദ മഹർഷി, ആ നാരദ മഹർഷി അനുഗ്രഹിച്ചു നൽകിയ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരി മന്ത്രത്തിലൂടെ തൻ്റെ സർവ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് യമുനാ നദിയുടെ തീരത്ത് മധുവനത്തിൽ ആ മാധവമൂർത്തിയെ വേണ്ട പോലെ പൂജിക്കാൻ ആ മാനവനായ ധ്രുവന് സാധിച്ചു. സ്തുതിച്ചു, ഭജിച്ചു. എല്ലാം വിട്ട് ഐഹികമായിരിക്കുന്ന സകല സുഖഭോഗങ്ങളെയും വിട്ട് കാടിനകത്ത് നിശ്ചലനായി ഒരു മരംകുറ്റി കണക്കെ തപസ് ചെയ്ത ധ്രുവന്റെ തപസ്സിൽ സന്തോഷിച്ച് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാന്റെ ദിവ്യമായ സ്വരൂപം കണ്ടപ്പോൾ എന്തോ പറയണമെന്ന് ആഗ്രഹിച്ച ആ ധ്രുവന് വാക്കുകളായി ഭഗവാന്റെ അനുഗ്രഹം പകർന്നു കിട്ടിയപ്പോൾ ഉള്ളിൽ നിന്ന് ഉതിർന്നു വീണ ആ വാണി ഗുണങ്ങൾ അത് നമുക്ക് വലിയൊരു അർത്ഥതലം കാണിച്ചു തരുന്നു. വാണീ ഗുണാനുകഥനെ. കുബേരപുത്രന്മാർ ഭഗവാനെ സ്തുതിക്കുന്ന രംഗത്തിൽ എന്നതുപോലെ ഇവിടെ ധ്രുവനും പറഞ്ഞു, യോന്ത പ്രവിശ്യ മമ വാചമിമം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം എന്ന് പ്രാർത്ഥിക്കാൻ ധ്രുവന് സാധിച്ചു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വളരെ വളരെ കാലം രാജ്യം ഭരിച്ചു. സുരുചിച്ചെറിയമ്മയിൽ ലവലേശം ഒരു പ്രതിക്രിയ ചെയ്യണമെന്ന മോഹമില്ലാതെ തന്നെ ഭഗവാന്റെ പാദത്തിലേക്ക് എത്തിച്ച ഗുരുസ്ഥാനിയെയാണ് ആ ചെറിയമ്മ എന്ന ഭാവത്തിൽ ചിന്തിക്കാൻ ധ്രുവന് സാധിച്ചു. ഏറ്റവും ഒടുവിൽ മുമ്പിൽ അമ്മയുടെ വിമാനം, പുറകിൽ ധ്രുവന്റെ വിമാനം. എങ്ങടാ? ഭഗവാന്റെ അടുത്തേക്ക്. അപ്പോഴാണ് മൃത്യോർമൂഢിപദം ദത്വാ ആരുരോഹാത്ഭുതം ഗൃഹം എന്ന് ഭാഗവതം പറയുന്നത്. മൃത്യുദേവന്റെ ആ മരണത്തിൻ്റെ ശിരസിൽ ചവിട്ടി ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തി. പിന്നെ ജരാനരകളില്ല, അതേപോലെ തന്നെ ജന്മമരണാദികളില്ല, ഷഡൂർമികളില്ലാത്ത ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തി. ഇന്നും ധ്രുവ നക്ഷത്രമായി നമ്മളെയൊക്കെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഭാഗവതം കാണിച്ചു തരുന്ന രണ്ട് കഥകൾ, ഒന്ന് ദക്ഷയാഗം, മറ്റൊന്ന് ധ്രുവചരിത്രം. എല്ലാം ഉണ്ടായിട്ടും ഭഗവത് ഭക്തി കൊണ്ട് ആ ഭഗവാനെ ആശ്രയിക്കാതെ പോയപ്പോൾ ഒരാൾക്കുണ്ടായ അപകടം, ഒന്നുമില്ലാതിരുന്നിട്ടും ഭഗവത് ഭക്തി കൊണ്ട് ഭഗവാനെ ആശ്രയിച്ചപ്പോൾ ഒരാൾക്കുണ്ടായ ആ അപദാനം, രണ്ടും ഭാഗവതം ഒരേപോലെ കാണിച്ചു തരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഒരു ഓർമ്മപ്പെടുത്തലാണ് എന്നുള്ളത് കൊണ്ടാണ് വളരെ വിസ്തരിച്ച് ഓരോ വരികളും നമ്മൾ ശ്രവിക്കുന്നത്, ശ്രദ്ധിക്കുന്നത്. അത് ഭഗവാൻ വേണ്ട പോലെ ആക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്ന് ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നാളെ നമുക്ക് പൃഥുചരിത്രം, പ്രാചീന ബർഹിസിൻ്റെ കഥ, അതേപോലെ തന്നെ ആ നാരദ മഹർഷിയും പ്രാചീന ബർഹിസും കൂടി ഉണ്ടായ സംവാദം, അത് പുരഞ്ജനോപാഖ്യാനം എന്നുള്ള രീതിയിൽ, പിന്നെ പ്രിയവ്രതൻ്റെ ചരിത്രം, നാഭിയുടെ ചരിത്രം, നാഭിയുടെയും അതേപോലെ ഋഷഭദേവൻ്റെയും ജഡഭരതൻ്റെയും ഒക്കെ ചരിത്രമാണ് നമുക്ക് അനുസ്മരിക്കാനുള്ളത്. ഇന്ന് ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു.
ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം.
ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.